തൃശൂരിൽ യുവാവിനെ കാറിന്റെ ബോണറ്റിൽ കിടത്തി വാഹനം ഓടിച്ച ആൾക്കെതിരെ കേസ്. കുറ്റൂർ സ്വദേശി ബക്കറിനെതിരെയാണ് നടപടി. ആലുവ സ്വദേശി സോളമൻ വാടകയ്ക്ക് കൊടുത്ത കാർ തിരികെ ചോദിച്ചപ്പോഴായിരുന്നു അതിക്രമം. ആദ്യം സംഭവത്തിന്റെ ദൃശ്യങ്ങളിലേക്ക്. തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുകയാണ്. ലെവിൻ, വല്ലാത്ത ഒരു അതിക്രമമാണ് ഈ നേരിട്ടതൊക്കെ. ഈ കേസെടുത്തിരിക്കുന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? തിമ്മപ്പെട്ടി പോലീസാണ് സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത്. ബക്കറിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, ചോദ്യം ചെയ്യുകയാണ്. വധശ്രമത്തിനടക്കം കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്ന സൂചന. എഫ്ഐആർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. കേസ് ഇയാളെ ചോദ്യം ചെയ്ത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. പക്ഷേ ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 20-ന് ഈ കൊച്ചി സ്വദേശിയായിട്ടുള്ള സോളമനിൽ നിന്നും റെന്റേ കാർ ബിസിനസിന്റെ ആവശ്യത്തിനായി ഒരു കാർ ഈ ബക്കർ വാടകയ്ക്ക് എടുത്തിരുന്നു. മകളുടെ വിവാഹ ആവശ്യത്തിന് എന്ന് പറഞ്ഞാണ് കാർ വാടകയ്ക്ക് എടുത്തത്. പക്ഷേ സമയം കഴിഞ്ഞിട്ടും കാർ മടക്കി നൽകാത്തതിനെ തുടർന്ന് ബക്കറിനോട് സോളമൻ കാര്യങ്ങൾ അന്വേഷിക്കുകയും പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തു. കൊച്ചി ബിനാമിപുരം പോലീസിലാണ് ഈ സംബന്ധിച്ചുള്ള പരാതി നൽകിയത്. ഈ പരാതി പോലീസ് അന്വേഷണം നടക്കുന്നതിനൊപ്പം തന്നെ സമാന്തരമായി ഈ സോളമനും വ്യക്തിപരമായി ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി. അങ്ങനെ കാറിന്റെ GPS പരിശോധിച്ച് ഇപ്പോൾ കാർ ഉള്ളത് തൃശൂർ ജില്ലയിലെ എരുമപ്പെട്ടിയിലാണെന്ന് മനസ്സിലാക്കി. ഇന്ന് രാവിലെ കാറ് വാങ്ങുന്നതിനായി സോളമൻ ബക്കറിനെ സമീപിക്കുന്നു. പക്ഷേ ഈ കാര്യം പറഞ്ഞ് ചോദിക്കുമ്പോൾ വാഹനം ഇടിച്ച് സോളമനെ ആക്രമിച്ച് മുന്നോട്ട് പോകാനാണ് ബക്കർ ശ്രമിച്ചത്. 5 കിലോമീറ്ററോളം ദൂരത്തിൽ ഇങ്ങനെ ബോണറ്റിൽ പിടിച്ചു കിടന്നാണ് സോളമൻ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത്. നേരിയ സമയം മാത്രമാണ് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതെങ്കിലും ഒരു കൊലപാതകമാണ്. 5 കിലോമീറ്റർ യാത്രക്കിടയിൽ പലതവണ നാട്ടുകാരും പോലീസും ഒക്കെ വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും ബക്കർ തയ്യാറായില്ല. തുടർന്ന് നാട്ടുകാരും ഓട്ടോ റിക്ഷ ഡ്രൈവർമാരും പോലീസും ചേർന്നാണ് ഇയാളെ തടഞ്ഞ് വാഹനം കീഴ്പ്പെടുത്തി സോളമനെ രക്ഷപ്പെടുത്തുന്നത് മറ്റും. ഇത് സംബന്ധിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നത്. വധശ്രമത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. ബക്കറിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എരുമപ്പെട്ടി പോലീസ്. ശരി ലെവിൻ.